നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരക്കണക്കിന് പ്രവാസികൾക്ക് സിനിമ കാണിച്ചു നൽകിയ ഒരു കണ്ണൂരുകാരനെ പരിചയപ്പെടാം ഇനി. 4 പതിറ്റാണ്ടിലധികമായി UAE വിവിധ തിയേറ്ററുകളിൽ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന സുബൈർക്ക ഇവിടെയുള്ള സിനിമാ കാഴ്ചകൾ കണ്ട അപൂർവം ചിലരിൽ ഒരാളാണ്. ആ കാഴ്ചകളിലേക്ക്. പ്രവാസമണ്ണിൽ ഈ കണ്ണൂരുകാരൻ കണ്ടത്രയും സിനിമാ ആരവങ്ങൾ ഇന്ന് UAEയിലുള്ള ഒരു പ്രവാസി മലയാളിയും കണ്ടു കാണില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല എന്ന് ഉറപ്പാണ്. പതിറ്റാണ്ടുകളായി പ്രവാസികളുടെ സിനിമാ ആരവങ്ങളിൽ മുഴുകിയാണ് ഈ കണ്ണൂർ പഴയങ്ങാടിക്കാരൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അതെ, പ്രവാസ ലോകത്തെ വിനോദരീതികളുടെയും സിനിമാ കാഴ്ചകളുടെയും പല കാലങ്ങൾ കണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഈ 64-കാരൻ്റെ ഇതുവരെയുള്ള ജീവിതം. 84 ഞാൻ ദുബായിലേക്ക് വന്നു. ദുബായിൽ വന്നിട്ട് ഞാൻ ഒരു ന്യൂസ് ബോയിൻ്റെ ഇതിലാണ് വന്നത് വിസക്ക്. അതേ കമ്പനിൻ്റെ ആയിരുന്നു ഗലേരിയ സിനിമ. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നേരം അവിടുത്തെ മാനേജർ എന്നെ സിനിമയിലേക്ക് പറഞ്ഞു വെച്ചു, ഗലേരിയയിലേക്ക്. ഡയറക്ടർ എന്നെ ഓപ്പറേറ്ററായിട്ട് തന്നെ വെച്ചത്. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് 6 രൂപയാണ് താഴത്തെ ഓർക്കസ്ട്ര, ബാൽക്കണിക്ക് 10 രൂപയാണ്. അന്നു മുതൽ ഇന്നുവരെ സ്ക്രീനിൽ പ്രിയതാരങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തിയേറ്ററുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ സുബൈർ കണ്ട ആരവങ്ങൾ എത്ര. ഒരിക്കൽ തെരുവുകളിൽ സിനിമാ പോസ്റ്ററുകൾ നിരന്നു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ദുബായ്ക്കെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ചായക്കടകളുടെയും ഗ്രോസറികളുടെയും മുന്നിൽ പുതിയ സിനിമകൾ റിലീസാകുന്നത് അറിയാൻ ആ പോസ്റ്ററുകളെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടവുമുണ്ടായിരുന്നു. വിനോദത്തിന് മറ്റ് ഉപാധികളില്ലാതിരുന്ന ആ കാലത്ത് സിനിമാ തിയേറ്ററുകളായിരുന്നു അവർക്കുള്ള ഏക ആശ്രയം. സിനിമകളിലൂടെ കടലിനക്കരെയുള്ള തൻ്റെ നാടിനെയും അവിടുത്തെ കാഴ്ചകളെയും നേരിൽ കാണാൻ അവർ കൂട്ടമായെത്തി. ആദ്യകാല പ്രവാസികളുടെ ആ കാലത്തെ ഓർമ്മകൾ ഇന്നും സുബൈർ ഓർത്തെടുക്കും. പോസ്റ്റ് ഒട്ടിക്കൽ, ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലെ അതേമാതിരി പോസ്റ്റ് ഒട്ടിക്കലല്ലേ ദുബായിൽ. ഓരോ മുക്കിലും മൂലിൽ പോസ്റ്റ് ഒട്ടിക്കലുണ്ട്. കുറേ കഴിഞ്ഞിട്ടൊന്ന് അവർ നിർത്തി. പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുജറാത്തി ഉണ്ടായിരുന്നു, അവനാ പോവുക. അവൻ എപ്പോൾ ചേഞ്ച് ആകുന്ന ദിവസം തലേ ദിവസം പോയിട്ട് ചേഞ്ച് ആയിട്ട് ടൈം ഒട്ടിക്കും. നമ്മൾ നാട്ടിലെങ്ങനെയാണ് സെയിം പോസ്റ്റ് ഒട്ടിക്കും, അതിൻ്റെ മുകളിൽ ഡേറ്റും വെക്കും, ഷോർട്ട് ടൈം ഉണ്ടാവും. അത് നമ്മളെ നൈഫ് റോഡിലുണ്ട്, കുറേ സ്ഥലത്തുണ്ട്. ഓരോ ഹോട്ടലിൻ്റെ ബോർഡുണ്ട്, ഇതേപോലത്തെ ബോർഡുണ്ടാവും. അവർക്കൊരു പാസ് കൊടുക്കും. വീക്കെൻഡ് വെച്ചിട്ട് ബാക്കിയുള്ള ദിവസം അവർ 2 ആൾ വന്ന് കാണാം. ഹോട്ടലിനൊരു ബോർഡ് ഉണ്ടാവും. അങ്ങനെ ഗ്രോസറിക്ക് ബോർഡ് ഉണ്ടാവും. കണ്ടിട്ട് അവരാഴ്ചക്ക് ഇങ്ങനെ അതിന് അധികം നടന്നിട്ട് പോകുന്നതല്ലേ. അപ്പോൾ എങ്ങനെ കാണും സിനിമേൻ്റെ പോസ്റ്റർ. ഇപ്പോൾ തമിഴന്മാർ തമിഴിന് വരും, ഇന്ത്യൻ്റെ ഇന്ത്യക്ക് വരും. ഇന്നത്തെ ശരിക്കും നല്ല ആൾക്കാരും ഫാമിലി ഭയങ്കരമായിട്ട് വരും. നല്ല അനുഭവമായിരുന്നു, നല്ല ടൈം ഫാസ്റ്റായിരുന്നു. സമയം പോകുന്ന അറിയില്ല. ഈ മേഖലയിൽ സാങ്കേതിക വിദ്യകൾ മാറി വരുന്നത് കണ്ടനുഭവിച്ചായിരുന്നു സുബൈറിന്റെ യാത്രകൾ. നാട്ടിൽ അതുവരെ കണ്ടുപരിചയിച്ച പ്രൊജക്ടറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രൊജക്ടറുകളായിരുന്നു UAEയിൽ അന്നുണ്ടായിരുന്നത്. പക്ഷേ ജോലിയോടുള്ള താല്പര്യം കാരണം അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിച്ചു. പിന്നീട് കാലത്തിനനുസരിച്ച് ഈ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ മാറി വന്നുകൊണ്ടേയിരുന്നു. അന്നൊക്കെ പ്രൊജക്ടറിൽ സംഭവിക്കുന്ന ചെറിയ പ്രശ്നം മൂലം സിനിമ കാണുന്നതിൻ്റെ രസം ആസ്വാദകന് നഷ്ടപ്പെടാതിരിക്കാൻ പ്രൊജക്ടർ റൂമിൽ നിന്ന് മാറാതെ കാത്തിരുന്ന സമയത്തെ ഇന്ന് പുഞ്ചിരിയോടെ സുബൈർ ഓർത്തെടുക്കും. മെഷീൻ ആദ്യം കാർബണായിരുന്നു. കാർബൺ അറിയില്ലേ, നെഗറ്റീവും പോസിറ്റീവ് ആണ്. ആ കാർബണിലൂടെ നമുക്ക് ലൈറ്റ് കിട്ടാം ഫസ്റ്റിൽ. ആ ലൈറ്റ് ഇത് ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കാണാം. ആ സമയത്ത് തീരെ പ്രൊജക്ടർ ഇട്ട് പോകാൻ പറ്റില്ല. കാർബൺ ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമ്മൾ കാർബൺ അടുപ്പിച്ച് കൊടുക്കണം, നല്ല ലൈറ്റ് വരും. കാർബൺ വിട്ട് അന്നേരം ലൈറ്റില്ല, അത് ഡാർക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബൾബ് വന്നത്, ഈ ബൾബ് സിസ്റ്റം വന്നാൽ കുറച്ചും കൂടെ ഒരു സുഖമായി. കാരണം എന്താ പറയുക, അത്ര പ്രൊജക്ടറിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് ദൂരം നിൽക്കാൻ ഇരിക്കുകയും ചെയ്യാം. അതൊക്കെ ജോയിൻ്റ് വരുമ്പോൾ ചാടുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ എന്തി നോക്കിയാൽ മതി, ഫിലിം ഔട്ടോ റെഡി ആവുന്നു.
പിന്നെ ചിലപ്പോൾ ചില ഫ്രെയിം പോയി കഴിഞ്ഞാൽ ഫോക്കസ് ഒരുമിച്ചാണ്. ആ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങും. പടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം കട്ടായി പോകും. അന്ന് നേരം പ്രിൻ്റ് അങ്ങനത്തെ പ്രിൻ്റാണ് വരുന്നത്, ക്വാളിറ്റി ഇല്ലാത്ത പ്രിൻ്റാണ്. കുറേ കാലത്തിന് ശേഷം പോളിസ്റ്റർ പ്രിൻ്റാണ്, സാധാ പ്രിൻ്റാണ്. ആ പ്രിൻ്റ് ഇങ്ങനെ ഓടി താഴ്ഞ്ഞാൽ സൈഡിൽ കട്ടായിട്ടുണ്ടാവും. ഈ സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചാണ്, അപ്പോൾ പടം പൊട്ടും. അപ്പോൾ അകത്തുനിന്ന് വേളം വെക്കും. ഒരു 2-3 മിനിറ്റിനെ കൊണ്ട് നമ്മൾ രണ്ടാമത് ജോയിൻ്റ് ചെയ്തിട്ട് കളിക്കും. അല്ലെങ്കിൽ ഫ്രെയിം വരും, ചില ജോയിൻറ്റിൽ ഗേറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്രെയിം വന്നില്ല. അപ്പോൾ പാതി കാണും ഫിലിം, പാതി മേലെ പാതി ആയിട്ട്. അപ്പം നമ്മൾ ചെയ്തോളൂ, അവിടെ തന്നെ വേണം. ഓരോ വാരാന്ത്യങ്ങളിലും ഉത്സവ പ്രതീതിയായിരുന്നു ഓരോ തിയേറ്ററുകൾക്ക് മുന്നിലും. കുടുംബമായും അല്ലാതെയും കൂട്ടമായെത്തി സിനിമ ആസ്വദിച്ച് മടങ്ങിയിരുന്ന പ്രവാസികളുടെ പഴയ തലമുറയെ ഇന്നും സുബൈറിന് ഇന്നലെയെന്നോണം ഓർത്തെടുക്കാനാകും. ടിക്കറ്റ് ലഭിക്കാതെ മടങ്ങുന്നവരും സ്ഥിരം കാഴ്ചയായിരുന്നു. ഇൻസ്പെക്ടർ ബൽറാം ഉൾപ്പെടെയുള്ള മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ പ്രവാസ മണ്ണിനെ ഇളക്കിമറിച്ചത് സുബൈർ ഓർത്തെടുക്കുന്നു. അത്തരമൊരു സിനിമാക്കാലം ഇനി ഇവിടെ കാണാനാകുമോ എന്നാണ് സുബൈർ ആലോചിക്കുന്നത്. ഉത്സവമായിരുന്നു നമുക്ക് വീക്കെൻഡ്. നല്ല ഫിലിം വന്നാലെന്ന് പറഞ്ഞാൽ ഫാമിലി പരിചയക്കാർ ഇഷ്ടം പോലെ, വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ വരും, ആൾക്കാർ സംസാരിക്കുക, പിടിക്കുക. അവർ ചിലപ്പോൾ പിന്നെ സീറ്റിന് വേണ്ടി നമ്മളെ വിളിച്ച് പറയും, നമ്മൾ സിനിമയ്ക്ക് വരുന്നതിന് നമ്മൾ സീറ്റ് എടുത്ത് നോക്കണം, ഫുള്ളാവുമല്ലോ. അപ്പോൾ സീറ്റ് എടുത്ത് പോകും. അങ്ങനെയായിരുന്നു. മമ്മൂട്ടിൻ്റെ പിന്നെ ഫിലിമെല്ലാം, മോഹൻലാലിൻ്റെ ഫിലിമെല്ലാം നല്ല കളക്ഷനായിരുന്നു. ഇൻസ്പെക്ടർ ബലറാമെല്ലാം ഭയങ്കരമായിട്ട് ഓടിയ അവിടെ ഗലേരിയയിൽ. പിന്നെ ചോട്ടാ ചേട്ട 3D ഉണ്ട്. 3D ആദ്യമായിട്ട് കളിച്ചത് ഗലേരിയ സിനിമയിലാണ്. അത് 50 ദിവസം കളിച്ചിരുന്നു. നല്ല കളക്ഷനായിരുന്നു. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രവാഹത്തിൽ തിയേറ്ററുകൾക്കും ആളുകളുടെ സിനിമാസ്വാദനത്തിലുമെല്ലാം വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. പഴയ പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്ന തിയേറ്ററുകൾ കാണാനേ ഇല്ലാതായി. എല്ലാ തിയേറ്ററുകളും ഡിജിറ്റലിലേക്ക് വഴിമാറി. ഇന്ന് ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചാണ് സിനിമാ പ്രദർശനം. ഒരു കാലത്ത് പ്രവാസികളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ദുബായിലെയും ഷാർജയിലെയും തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടി. തിയേറ്ററുകളൊക്കെ ഷോപ്പിംഗ് മാളുകളിലെ മൾട്ടിപ്ലക്സുകളായി മാറി. ഷാർജയിൽ സുബൈർ ഇപ്പോൾ ജോലി ചെയ്യുന്ന അൽഹംറ തിയേറ്റർ പോലെ ചുരുക്കം ചില തിയേറ്ററുകളാണ് പഴമ നെഞ്ചേറ്റി പഴയ പ്രതാപത്തിൽ തല ഉയർത്തി നിൽക്കുന്നത്. പഴയ തിയേറ്ററുകളുടെ കാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണ് നനയുമെന്ന് സുബൈർ പറയും. കണ്ണിന്ന് വെള്ളം വരും. കാരണം ഒരുപാട് സിനിമ, വലിയ സിനിമയായിരുന്നു. പിന്നെ അൽനാസ സിനിമ, ദേര സിനിമ, ദുബായ് സിനിമ, സ്ട്രാൻഡ് സിനിമ, പ്ലാസ സിനിമ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ 1500-1600 സീറ്റിംഗ് കപ്പാസിറ്റി സിനിമയായിരുന്നു. ആ സിനിമ ഫുള്ളാമെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇന്ത്യ സിനിമയെല്ലാം വന്നാൽ അടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷക്കാരും കാണും. ഇറാനികൾ, പാകിസ്ഥാനി, മലയാളികൾ, നമ്മളെ ഇന്ത്യക്കാരും. മറ്റേ ബോംബെ കംപ്ലീറ്റ് ആണ്. നല്ല ഫിലിം വന്നാൽ ടിക്കറ്റ് ഉണ്ടാവില്ല. ബ്ലാക്കിന് ടിക്കറ്റ് വെച്ച കാലം ഉണ്ടാവില്ല. ബ്ലാക്കിന് നമ്മൾ ബോംബെയിലും ചെയ്യുന്നില്ല, അതേമാതിരി ബ്ലാക്കിന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇതേ മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പോയി, എല്ലാ സിനിമയും പോയി. ശരിക്കും കോൺകോഡ് സിനിമയെല്ലാം അടക്കുന്നത് കണ്ണിന്ന് വെള്ളം വന്നിരുന്നു. ഡയമണ്ട് നെക്ലേസില്ലേ ഫഹദ് ഫാസിലിൻ്റെ ആ പിക്ചർ ലാസ്റ്റ് ഫുൾ ആളായിരുന്നു. അത് ലാസ്റ്റ് പിക്ചറായിരുന്നു. അതിനോട് അത് സിനിമ നിർത്തി. കാരണം എല്ലാവരും നമ്മൾ കുറേ കാലം ഒന്നിച്ച് ജോലി ചെയ്ത സ്റ്റാഫാണ്. അവരെല്ലാം ഇങ്ങനെ വേർവിട്ട് പോയല്ലേ, അരച്ചപ്പോൾ പിന്നെ എല്ലാവരും പോയി. അതിലിപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. സിനിമാ തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നത് കുറഞ്ഞു. ആളുകളെല്ലാം മൊബൈലിൽ സിനിമ ആസ്വദിക്കുന്ന പുതിയ കാലമാണെങ്കിലും UAE ആ പഴയ സിനിമാ കാലം ഓർമ്മകളിൽ സൂക്ഷിച്ച് ഷാർജ റോളയിൽ പഴമയുടെ പ്രൗഢി പേറുന്ന അൽഹംറ തിയേറ്ററിന്റെ ഓപ്പറേറ്റർ മുറിയിൽ സുബൈർ പക്ഷേ അടുത്ത ഷോയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. എക്സ്പോ 2020 അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എക്സ്പോയുടെ തുടക്കം മുതൽ തന്നെ വിസ്മയമാകുന്ന ഒരു പവലിയനുണ്ട് എക്സ്പോ 2020-ൽ. കസാക്കിസ്ഥാൻ പവലിയൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ആ പവലിയൻ്റെ കാഴ്ചകൾ കാണാം. തീരാത്ത യാത്രകളാണ് മനുഷ്യനെ നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ആധുനിക ജീവിതത്തിന് പ്രാപ്തരാക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രാതീത കാലം മുതൽ നമ്മുടെ പൂർവികർ പുതിയ ആകാശങ്ങൾ അന്വേഷിച്ച് നടന്ന് വളർന്നു വികസിച്ചാണ് നാം ഇന്ന് കാണുന്ന നിലയിലേക്ക് ലോകം മാറിയത്. വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചാൽ നാം എല്ലാം ഒരു മരത്തിന്റെ പടർന്നു പന്തലിച്ച ശിഖരങ്ങളെപ്പോലെ ഒന്നിൽ നിന്ന് അനേകായിരമായി പരന്നൊഴുകുകയാണെന്ന് മനസ്സിലാക്കാം.
ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ ഒന്നാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു പവലിയൻ എന്ന കസാക്കിസ്ഥാൻ പവലിയനെ വിശേഷിപ്പിക്കാം. തൂവെള്ള നിറത്തിൽ പാരമ്പര്യ ശില്പകലാവിദ്യയുടെ മനോഹാരിത ഒപ്പിയെടുത്ത് തല ഉയർത്തി നിൽക്കുകയാണ് പവലിയൻ. The exterior, the facade of the pavilion was inspired by the architecture of the ancient cities located in the southern part of Kazakhstan, particularly along the Silk Road. One of the cities is Turkestan. So the architecture of buildings in Turkestan were the inspiration, served as an inspiration for creating the exterior, the facade of our 3000-ലധികം ചതുരശ്ര മീറ്ററിൽ 3 നിലകളിലായി തയ്യാറാക്കിയിരിക്കുന്ന പവലിയനിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ് ഉള്ളത്. രാജ്യത്തിന്റെ ചരിത്രവും വർത്തമാനവും നാളെയുടെ വിസ്മയങ്ങളും അനുഭവിച്ചറിയാൻ അവസരമൊരുക്കിയാണ് അധികൃതർ പവലിയൻ സജ്ജീകരിച്ചിരിക്കുന്നത്. പവലിയനിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളെയും വലിയ അത്ഭുതങ്ങൾ കാണാനുണ്ടെന്ന വസ്തുത മനസ്സിലാക്കാനായി ഒരു വീഡിയോ ഷോയാണ് സ്വീകരിക്കുക. മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ വലിയ സന്ദേശം പകരുന്ന വീഡിയോ ദൃശ്യം ആരെയും അല്പം ചിന്തിപ്പിക്കുന്നതാണ്. വീഡിയോയുടെ അവസാനം വാതിൽ തുറക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കസാഖിസ്ഥാനിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ദ്രിയങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയും അനുഭവമാണ് ഈ മേഖലയിൽ. കസാഖിസ്ഥാന്റെ ഗന്ധമുൾപ്പെടെ അനുഭവിച്ചറിയുന്ന യാത്രയാണിവിടെ പവലിയൻ സന്ദർശകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. Well, it's a 3,400 square meter pavilion. It has 3 floors and it has 4 exhibition zones. When you enter the pavilion, the journey starts with the pre-show. The pre-show tells about the connections of the entire humanity, that all people in the world are related to each other through a DNA, and this is how it introduces the Great Steppe area, the Central Asia, and then we move to the Great Steppe zone, which shows the landscapes of Kazakhstan, and the most widespread landscape of Kazakhstan is the steppe. Steppe is the plain land covered in grass and feather grass, and when you enter this room, this area, you can smell the aroma of the sagebrush, and you can feel the vast landscapes of Kazakhstan. ഒന്നാം നിലയിൽ വിവിധ ഭാഗങ്ങളായി തിരിച്ച മേഖലകളിൽ സന്ദർശകരുടെ മനം കവരുകയും അതോടൊപ്പം അതിശയിപ്പിക്കുകയും ചെയ്യുന്നത് സ്വർണ്ണ മനുഷ്യന്റെ ശില്പമാണ്. അൻപത് വർഷങ്ങൾക്ക് മുൻപ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ കസാഖ് ജനതയുടെ മുൻകാല ജീവിതത്തെയും പോരാട്ട വീര്യത്തിന്റെയും അടയാളമായ ആ യോദ്ധാവിന്റെ കുപ്പായം നടന്നു നീങ്ങിയ ഇന്നലെയുടെ അടയാളമായി അഭിമാനത്തോടെയാണ് അധികൃതർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവർണ്ണത്തിൽ പൊതിഞ്ഞ പോരാട്ട വീര്യമായ ഗോൾഡൻ മാൻ. And on the first floor we have 4 rooms. The first one is the sacred map, where we brought the archaeological artifact, the Golden Man. The Golden Man, he was found in the costume of the Golden Man was found in 1969 in Almaty region in Issyk Kurgan, and he is a Saka warrior. He was a Saka leader, and his costume is covered in golden plates, and it has each plate has its own meaning, and when it's combined, it's like a representation of the universe. So through this archaeological finding, we can see that Kazakhstan's has a long history, and there were numerous ancient civilizations actually living there. കസാഖിസ്ഥാനിലെ ജൈവ വൈവിധ്യങ്ങളുടെ കാഴ്ചയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആപ്പിളുകൾ ഉൾപ്പെടെ ഒരു കാലത്ത് കസാഖിസ്ഥാന്റെ സ്വന്തമായിരുന്ന, പിന്നീട് ലോകത്തിന്റെ പലയിടങ്ങളിലും എത്തിയ സസ്യവൈവിധ്യങ്ങളുടെ കഥകളും രസകരമായി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സസ്യവൈവിധ്യങ്ങൾ നേരിട്ട് അനുഭവിക്കാനായി അത്തരം സാഹചര്യങ്ങളും പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കലാപരമായി ശ്രദ്ധയോടെ പ്രാധാന്യമൊട്ടും കുറയാതെയാണ് ഇത്തരം മേഖലകളുടെ സജ്ജീകരണമെന്നാണ് എടുത്തു പറയേണ്ടത്. We move to the biodiversity, where we show the flora and fauna of Kazakhstan.
different landscapes, and we talk about that tulips originate from Kazakhstan. They originally come from Kazakhstan. That apple tree originally comes from Kazakhstan, and they spread throughout the world from the Kazakhstan territory. And also we have a zone called Wealth of the Earth, where we talk about the natural resources of Kazakhstan. It's one of the richest country in terms of the natural resources. For example, it has 99 elements out of 118 of the periodic table. And we there show how those natural resources are found in the nature, and the final product that is. ഖസാക്കിസ്ഥാൻ തലസ്ഥാനത്തെ ഒരു ദിവസം ഒറ്റ ഫ്രെയിമിൽ കാണണോ? അതിനും ഇവിടെ അവസരമുണ്ട്. പകല് മാറി രാത്രിയാകുന്നതും ഇത്തരത്തിൽ തിരിച്ചും ഓരോ സന്ദർശകനും കണ്ടനുഭവിക്കാം. നഗരത്തിലെ കെട്ടിടങ്ങളുടെ അതേ മാതൃകകൾ വെളിച്ചം നൽകിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. After that, we move on to the next zone, which is the Nur Sultan. Nur Sultan is the capital city of Kazakhstan. It's a relatively young capital city. It has become a capital around approximately almost 25 years ago. And in 2017, it hosted Expo exhibition, the international specialized exhibition that lasted for 3 months, and it was held under the theme of future energy. We have the Nur Sultan panorama that shows the city from the day to the night. So due to projection and lightning effects, it changes. It's the picture, but it changes and shows visitors how Nur Sultan can be seen in the morning, during the daytime, and in the night. വ്യത്യസ്തമായതും ഒപ്പം ലളിതമായതുമായ കളികളിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്പേസ് റിമോട്ട് കൺട്രോളിംഗ് തുടങ്ങിയവയിലേക്ക് സന്ദർശകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മേഖലയാണ് അടുത്തതായി സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള സന്ദർശകർ വലിയ ആവേശത്തോടെയാണ് ഈ മേഖലയിലെത്തി കളികളിലൂടെ വലിയ പാഠങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് നീങ്ങുന്നത്. After that, we move to the Future Now area, where we have an interactive table with 6 different interactive games. Through these games, visitors learn about such concepts such as artificial intelligence, space remote controlling, space rocket launching, sustainable agriculture, urban innovations, and etc. By playing those games, visitors learn something new, and once they finish the game, they can release the ball, they can launch the ball, and this ball symbolizes the input of a person into the future of the humanity. അവസാന ഭാഗമാണ് പവലിയന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ നാളെയുടെ ലോകത്തിൽ മനുഷ്യനൊപ്പം കൂടെ നിർത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതെങ്ങനെയെന്ന് ഇവിടെ നടക്കുന്ന ഷോ വ്യക്തമാക്കിത്തരും. ഒരു കൃത്രിമ കൈയും ഒരു നർത്തകനും ചേർന്നുള്ള മനോഹര പ്രകടനമാണ് ഒരുക്കിയിരിക്കുന്നത്. യന്ത്രക്കൈയും ഡിജിറ്റൽ ലോകവും ചേരുന്ന ദൃശ്യവിരുന്നിൽ സന്ദർശകർ ഭാവിയിലേക്ക് പറക്കുന്ന പ്രതീതി ഉണർത്തും. We must keep dreaming of new horizons with unlimited possibilities. Even when we face unknown situations, and we don't know what will be next. So this performance symbolizes the relationship between humanity and artificial intelligence, meaning that exploring this relationship can actually be sustainable in the future. And yes, and this is what the show about, and it develops the theme. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സംഗമിക്കുന്ന വേദിയിൽ പല രാജ്യങ്ങളിലെ മനുഷ്യരെ ഒരു ക്യാൻവാസിൽ ഒരുമിപ്പിക്കുന്ന അപൂർവ കാഴ്ചയും ഖസാക്കിസ്ഥാൻ പവലിയനിൽ കാണാം. സന്ദർശകർക്ക് തങ്ങളുടേതായ ഇഷ്ടചിത്രം വലിയ ക്യാൻവാസിൽ വരയ്ക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. One of the projects in Kazakhstan Pavilion is the world painting. It's actually one of the nicest art projects at Expo, I would say. It represents a large canvas, and it started on October 28th. So when the visitors visited the pavilion, at the end of their visit, they could come down and actually leave their brush strokes on this canvas. So the idea was to unite all people from all over the world in one place, in this one painting, through the brush strokes and the paint. So this idea is actually very in sync with the theme of Expo, Connecting Minds, Creating the Future. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യരെ ഒന്നിക്കുന്ന ഈ ഗിന്നസ് ക്യാൻവാസിൽ ഇനി സന്ദർശകർക്ക് 24-നെയും കാണാം. സൗദി അറേബ്യയിലെ പ്രധാന വിനോദ കേന്ദ്രമായ അബഹയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഇനി യാത്ര.
ആ ഗ്രാമവും ആ ഗ്രാമത്തിലെ 1200-ലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളിയും ചരിത്ര വിദ്യാർത്ഥികളെ ഇന്നും വിസ്മയിപ്പിക്കുന്നതാണ്. ആ കാഴ്ചകൾ കാണാം. അബഹ നഗരത്തിൽ നിന്നും ഏതാണ്ട് 9 കിലോമീറ്റർ മാറി പടിഞ്ഞാറ് ഭാഗത്താണ് പൗരാണികതയുടെ ഈടുറ്റ ശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന ബനി മാസിൻ ഗ്രാമമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 2800ഓളം മീറ്റർ ഉയരത്തിലുള്ള ഈ ഗ്രാമം മനോഹരമായ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും അനുഭവം സമ്മാനിക്കുന്നതിന് പുറമെ പൗരാണികതയുടെ പ്രൗഢിയും മഹത്വവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യും. 12 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പള്ളിയും പഴയകാല അറബ് ജനതയുടെ താമസ കേന്ദ്രങ്ങളുമാണ് ബനി മാസിൻ ഗ്രാമത്തെ ഒരു ചരിത്ര ഗ്രാമമായി വിശേഷിപ്പിക്കാൻ കാരണം. അസീർ പ്രവിശ്യയിൽ കണ്ടെത്തിയ 250ഓളം ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് ബനി മാസിൻ ഗ്രാമത്തിലെ മസ്ജിദ് അൽ മുഖത്ത്. ആയിരത്തി വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ഹിജ്റ 70 യസീദ് ബിൻ മുആവിയയുടെ കാലത്താണ് ഈ പള്ളി പണിതത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റു ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് ഹിജ്റ 253 ഈ പള്ളി പണിതത് എന്നാണ്. പള്ളിയുടെ ചുമരിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹിജ്റ 70 നിർമ്മിച്ച പള്ളി തകരുകയും 253 പുനർനിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് 86 വർഷമായി ഇവിടെ പ്രാർത്ഥന നടത്തുന്ന അഹമ്മദ് മുഫ്രിഖ് അൽ മസ്നി പറയുന്നത്. ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളിയുടെ ശേഷിപ്പുകൾ കണ്ടെത്തുകയും പഴമയുടെ പ്രൗഢി നഷ്ടപ്പെടാതെ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കുകയും ചെയ്തു. കല്ലും മണ്ണും ചൂരൽ മരങ്ങളും ഉപയോഗിച്ചാണ് പള്ളിയുടെ നിർമ്മാണം. പൊളിഞ്ഞ ചില ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. നിസ്കാരത്തിനായി അംഗശുദ്ധി വരുത്താനുള്ള സൗകര്യം ഈ പള്ളിയിലെ കൗതുക കാഴ്ചയാണ്. മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു ചെറിയ കിണർ പള്ളിയോടനുബന്ധിച്ച് കാണാം. ഇതിൽ നിന്നും വെള്ളം കോരിയെടുത്താണ് നിസ്കാരത്തിനുള്ള അംഗശുദ്ധി വരുത്തുന്നത്. വെള്ളം കോരിയെടുത്ത് കിണറിനോട് ചാരി തയ്യാറാക്കിയ ഒഴുക്കുചാലിന്റെ ഉയർന്ന ഭാഗത്ത് ഒഴിക്കും. ചാലിലൂടെ ഈ വെള്ളം ഒഴുകി ചാലിന്റെ അരികിൽ കുഴിച്ച ചെറിയ കുഴികളിലെത്തും. ഈ കുഴികളിൽ നിന്നാണ് പഴയകാലത്ത് പ്രാർത്ഥിക്കാൻ എത്തിയിരുന്നവർ വുളു ചെയ്തിരുന്നത്. ആകെ 7 കുഴികളാണ് ഇത്തരത്തിലുള്ളത്. പള്ളിയുടെ മുകളിലേക്ക് കയറാൻ കല്ലുകൊണ്ടുള്ള പടവുകളും ലൈറ്റ് ഇല്ലാതെ വെളിച്ചം ലഭിക്കാനുള്ള പള്ളിയിലെ വെന്റിലേഷൻ സൗകര്യവും മൈക്രോഫോൺ ഇല്ലാത്ത കാലത്ത് വാങ്കുവിളിക്കാൻ പള്ളിയുടെ മിനാരത്തിലൊരുക്കിയ സൗകര്യവുമെല്ലാം സന്ദർശകർക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ്. 96-കാരനായ അഹമ്മദ് മുഫ്രിഖ് അൽ മസ്നിയാണ് ഇപ്പോൾ പള്ളി പരിപാലിച്ചു വരുന്നത്. പള്ളിയിൽ വാങ്ക് വിളിക്കുന്നതും നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും ഇദ്ദേഹമാണ്. ആരുമില്ലെങ്കിലും ദിവസം 5 നേരം മുടങ്ങാതെ അഹമ്മദ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. സന്ദർശകരെ സ്വീകരിക്കുന്നു, അറിയാവുന്ന വിവരം പങ്കുവെക്കുന്നു. ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന അഹമ്മദ് മുഫ്രിഖ് തന്റെ 10ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ പള്ളിയിലെ പ്രാർത്ഥന. പള്ളിയും പള്ളിയോടനുബന്ധിച്ച മുറികളുമെല്ലാം പഴയകാല അറബ് ജനതയുടെ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. പള്ളിയുടെ ഇടത് ഭാഗത്ത് ഒരു ചെറിയ മുറിയുണ്ട്. അമീർ കൗൺസിൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിൽ ഗോത്ര യോഗങ്ങളും വിചാരണകളും നടന്നിരുന്നു എന്നതാണ് ചരിത്രം. ഗോത്രക്കോടതി ശിക്ഷിക്കുന്ന കുറ്റവാളികളെ തടവിൽ പാർപ്പിക്കാനും ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. പള്ളിയുടെ മുകളിലും 10 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള മൻസല എന്ന് വിളിക്കപ്പെടുന്ന മുറി കാണാം.
സൗദി ടൂറിസം അതോറിറ്റിയും ഇസ്ലാമിക കാര്യ മന്ത്രാലയവും ഈ പള്ളി ഏറ്റെടുത്ത് അതിന് തനിമയും പ്രാധാന്യവും നിലനിർത്തി സംരക്ഷിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പള്ളിക്ക് ചുറ്റും പൗരാണിക അറബ് ജനത താമസിച്ചിരുന്ന വീടുകളും കാണാം. ഒരു കോട്ടയ്ക്ക് സമാനമായ നിർമ്മിതി. ഭീമൻ മതിൽക്കെട്ടുകൾക്കകത്ത് ചെറിയ മുറികൾ. ആക്രമിക്കാനെത്തുന്നവരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഉറച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ചുറ്റും കൃഷിയിടങ്ങൾ. നാല് പ്രവേശന കവാടങ്ങളാണ് ഇങ്ങോട്ടുള്ളത്. പ്രധാനമായും കല്ലുകളും മരക്കൊമ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ച 84 വീടുകൾ ഇതിനകത്തുണ്ട്. അലകം ഗോത്ര വിഭാഗമാണ് അക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്നത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. മരപ്പണിക്കാരും ഇറച്ചു വിൽപ്പനക്കാരുമൊക്കെയായിരുന്നു ഈ വിഭാഗം. ഹിജ്റ 70കളിൽ യുദ്ധവീരന്മാരായി അറിയപ്പെട്ടിരുന്ന ഷമാർ ഗോത്രത്തിലെ കുടുംബങ്ങൾ ഇന്നും ഈ പരിസരത്ത് താമസിക്കുന്നുണ്ട്. പൗരാണികതയുടെ പ്രൗഢിയും പഴമയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതാണ് ഈ ഗ്രാമവും പള്ളിയും. അറബ് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മഹത്വം ഈ ഗ്രാമത്തിൽ നിന്നും വായിച്ചെടുക്കാനാകും. അബഹയുടെ പടിഞ്ഞാറ് ജബൽ നെഹ്റാൻ വാദി മസൽഖാൻ റോഡിലൂടെ പോയാൽ ഈ പൗരാണിക ഗ്രാമത്തിൽ എത്താൻ സാധിക്കും. പ്രകൃതിയുടെ മനോഹാരിതയ്ക്കപ്പുറം ചരിത്ര പാഠപുസ്തകം കൂടിയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ അബഹ. അറേബ്യ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.